ഒടുവിൽ അത് സംഭവിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇസ്രായേൽ ലബനനിലേക്ക് കടന്നിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. 26 വർഷത്തിന് ശേഷം ബ്യൂഫോർട്ട് കൊട്ടാരം തന്ത്രപരമായി ഇസ്രായേൽ പിടിച്ചെടുത്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. തെക്കൻ ലബനനിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിൽ വൻ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. തെക്കൻ ലബനനിലെ ഒരു പർവ്വത ശിഖരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബ്യൂഫോർട്ട് കൊട്ടാരം ഇസ്രായേൽ സൈനികർ പിടിച്ചെടുത്തു. കഴിഞ്ഞ 26 വർഷത്തിനിടെ ലബനൻ അതിർത്തി ുള്ളിൽ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ആക്രമണവും കടന്നുകയറ്റവുമായി ഇതിനെ കണക്കാക്കുന്നുവെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. കുരിശുയുദ്ധക്കാരുടെ കാലഘട്ടത്തിൽ നിർമ്മിച്ച ഈ കോട്ടയ്ക്ക് തെക്കൻ ലബനനിൽ വലിയ തന്ത്രപരമായിട്ടുള്ള പ്രാധാന്യമാണുള്ളത്. കോട്ടയ്ക്ക് മുകളിൽ ഇസ്രായേൽ പതാക ഉയർത്തിയിട്ടുണ്ടെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് സോഷ്യൽ മീഡിയയിൽ സ്ഥിരീകരിച്ചു എന്ന റിപ്പോർട്ടുകളും വരുന്നു. 1982 മുതൽ 2000 വരെ ഇസ്രായേൽ സൈന്യം ഈ കോട്ട നിയന്ത്രിച്ചിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. നബതിയെ നഗരത്തിനടുത്തുള്ള പ്രദേശങ്ങളിൽ ദിവസങ്ങൾ നീണ്ട തീവ്രമായ പോരാട്ടത്തിനും വ്യോമാക്രമണത്തിനും ശേഷമാണ് ഈ കൊട്ടാരം തിരിച്ചു പിടിച്ചിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുകയും ഇസ്രായേലി സിവിലിയന്മാർക്കുള്ള നേരിട്ടുള്ള ഭീഷണി ഇല്ലാതാക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്രായേലി സൈന്യത്തിന്റെ നിലവിലെ ലക്ഷ്യമെന്ന് പറയുന്നത്. ലിത്താനി നദി മുറിച്ചു കടന്ന ഇസ്രായേൽ സൈന്യം ഇപ്പോൾ നബത്തിയെ നഗരത്തിൽ നിന്ന് വെറും 5 കിലോമീറ്റർ അകലെയാണ്. നഗരം ഒഴിപ്പിക്കാൻ അവിടുത്തെ നിവാസികളോട് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ യുദ്ധത്തിൽ ലബനനിൽ മരിച്ചവരുടെ എണ്ണം 3350 കവിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1 ദശലക്ഷം ആൾക്കാർ കുടിയൊഴിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായിരുന്നാലും ഈ കടന്നുകയറ്റം അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഈ ഒരു മൂവ്മെന്റ് അത് തുടർന്നു പോകാൻ തന്നെയാണ് സൈന്യത്തിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.